ഹലോ, എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഐബ്രോ എങ്ങനെയാണ് ഇങ്ങനെ ഗ്രോത്ത് ആയത്, എങ്ങനെയാണ് ഇങ്ങനെ കട്ടിക്കിരിക്കുന്നത്, മുമ്പ് ഐബ്രോ ഇല്ലായിരുന്നല്ലോ. എനിക്ക് ഒരുപാട് കട്ടിയൊന്നുമില്ല, ആവശ്യത്തിന് കട്ടിയും എന്നാൽ കുറച്ച് കറുപ്പുണ്ട്. ഇപ്പോൾ എൻ്റെ ഐബ്രോയ്ക്കകത്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, കണ്ടില്ലേ. ഇതാണ് എൻ്റെ ഒറിജിനൽ ഐബ്രോ. കുറച്ച് കറുപ്പുണ്ട്, എന്നാൽ ഒരുപാട് കട്ടിയില്ല. ഞാൻ ഐബ്രോ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാണിക്കാം. ഇത് മീഷോന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. ഇതൊരു 160 150 രൂപയേ ഉള്ളൂ. ഇതാണ് ഞാൻ ഐബ്രോ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. 3 ബ്രഷുകൾ കണ്ടില്ലേ. ഫസ്റ്റ് ഞാൻ ഐബ്രോ നല്ല രീതിക്ക് കോംബ് ചെയ്തിട്ട്, എനിക്ക് ഐബ്രോ നല്ല ഡാർക്ക് കളർ ആയതുകൊണ്ട് ഞാൻ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ്, ബ്രൗൺ അല്ല, ബ്രൗൺ കളർ തന്നെ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഐബ്രോ പെൻസിൽ എടുക്കുന്നത്. ആദ്യം ഞാൻ താഴെ നല്ല രീതിക്ക് കുഞ്ഞായിട്ടൊരു ലൈൻ ഇട്ട് കൊടുത്തു, മുകളിലും ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഐബ്രോ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരുപാട് കട്ടിക്ക് കൊടുക്കാതെ കുഞ്ഞായിട്ടൊരു ലൈൻ കൊടുത്തിട്ട് നല്ല രീതിക്ക് കോംബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഐബ്രോ നല്ല സെറ്റായിട്ടിരിക്കും, കണ്ടില്ലേ. അതായത് ഈ ഐബ്രോയുടെ എൻഡ് പോർഷനിൽ കുറച്ച് കട്ടി കൂട്ടിയാലും കുഴപ്പമില്ല. സ്റ്റാർട്ടിങ്ങിൽ, അതായത് നമ്മൾ ഈ മൂക്കിൻ്റെ മുകളിൽ നെറ്റി വരുന്ന ഭാഗത്ത് നമ്മൾ ഐബ്രോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് കട്ടി കൊടുക്കരുത്, ലൈറ്റായിട്ടൊരു ലൈൻ കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ എപ്പോഴും കണ്ട ആ എൻഡ് ഭാഗത്ത്, അതായത് നമ്മുടെ കണ്ണിൻ്റെ താഴെ ഭാഗത്തുള്ള ആ പോർഷനാണ് ഐബ്രോ എപ്പോഴും ഞാൻ കട്ടി കൂട്ടുന്നത്, കണ്ടില്ലേ. ഇത് ഞാൻ സെയിം ബ്ലാക്ക് അല്ല യൂസ് ചെയ്യണത്, ബ്രൗൺ ഷെയ്ഡാണ്. നല്ല ബ്ലാക്ക് ഐബ്രോ ഉള്ളവർ ബ്രൗൺ യൂസ് ചെയ്താൽ മതി, ഒട്ടും കട്ടിയില്ലാത്തവർ ബ്ലാക്ക് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. എൻ്റെ പിരിയത്തിന് കുറച്ച് കറുപ്പ് കളർ ഉള്ളത് കൊണ്ട് ഞാൻ കറുപ്പ് യൂസ് ചെയ്യില്ല ഐബ്രോ പെൻസിൽ, കാരണം കാട്ടാളത്തിലുള്ള പോലെ ഇരിക്കും എൻ്റെ ഐബ്രോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്യണത്. ഐബ്രോ താഴെയും മുകളിലും ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ കോംബ്, അതിനകത്ത് തന്നെ ഒരു ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് കോംബ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്രഷ് ചെയ്ത് നല്ല ചീകി ഒതുക്കുമ്പോൾ ഐബ്രോ നല്ല സെറ്റായിട്ടിരിക്കും, കാണാമോ. ഇതാണ് ഞാൻ എൻ്റെ ഐബ്രോയ്ക്ക് എപ്പോഴും ചെയ്യുന്നത്. ഇനി ഈ ഐബ്രോ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നല്ല എറിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ കോണ്ടോർ ചെയ്യുന്ന ഞാൻ മീഷോയിൽ കാണിച്ചൊരു പ്രോഡക്റ്റ് ഇല്ലേ, അത് വെച്ചിട്ടാണ് ബാക്കി സംഭവങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അത് ചെയ്തിട്ടില്ല, ഇനി അടുത്ത പോർഷനിൽ ഞാൻ അത് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ മീഷോന്ന് മേടിച്ച 160 155 രൂപ എങ്ങണ്ടേ ഉള്ളൂ, കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനകത്ത് ഇപ്പോൾ ഒരു 4-5 ഷെയ്ഡോട് രണ്ട് റോളിനകത്തിരിക്കുന്ന സാധനം ഫുള്ള് ഞാൻ ഇട്ട് തീർത്തതാണ്. അതായത് ഇപ്പം എൻ്റെ ഐബ്രോയുടെ താഴെ ഒരു ഡാർക്കും അല്ല, ഒരു ലൈറ്റും അല്ല, ഒരു മീഡിയം ഷെയ്ഡ്, ഒരു യെല്ലോ ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കുന്നത്. ആ ഐബ്രോ ബ്രഷ് കൊണ്ട് കണ്ടില്ലേ, താഴെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഒരു കുഞ്ഞ് ലൈൻ ഇട്ട് കൊടുത്തിട്ട് ആ ലൈൻ, നമുക്ക് ലൈൻ അറിയാത്ത രീതിക്ക് അത് ഫുള്ള് നല്ല രീതിക്ക് എല്ലായിടത്തൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, കണ്ടില്ലേ. അപ്പോൾ ഞാൻ ചെയ്തത് ഐബ്രോയുടെ എൻഡ് പോർഷനിൽ നല്ല രീതിക്ക് ഇങ്ങനെ അത് ഫുള്ള്, അതായത് ആ ലൈൻ അറിയാൻ വയ്യാത്ത രീതിക്ക്, എന്നാൽ ഐബ്രോ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിക്ക് നല്ല രീതിക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാണാവോ. ഇങ്ങനെയാണ് ഞാൻ ഐബ്രോ താഴെ സെറ്റ് ചെയ്യുന്നത്. ഇനി ഇത് താഴെ സെറ്റ് ചെയ്ത് കഴിക്കണ്ട. ഇപ്പോൾ നമ്മുടെ ഐബ്രോ നോക്കി പിരിയം എടുത്തിട്ട് നമ്മൾ പാർലറിൽ പോയി പിരിയം ത്രെഡ് ചെയ്തിട്ട് വന്ന പോലെ ഇരിക്കുന്നുണ്ടോ. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഐബ്രോയുടെ മുകൾ പോർഷനാണ്. അപ്പോൾ നമുക്ക് നെറ്റിയുടെ മുകളിൽ എല്ലാവർക്കും അത്യാവശ്യം കുറച്ച് കളർ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ നിന്നും കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് എടുത്ത് ഐബ്രോയുടെ മുകളിൽ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഞാൻ എൻ്റെ അപ്പുറത്തെ ഐബ്രോ സെറ്റ് ചെയ്യണം, ഇത് ഇപ്പുറത്ത് ചെയ്തതുപോലെ തന്നെ അപ്പുറത്തും ചെയ്യുകയാണ്, കാണാവോ. ഇപ്പം നമ്മൾ പിരിയം എടുത്തിട്ട് വന്ന പോലത്തെ ഒരു ഫിനിഷിങ്ങാണ് നമ്മൾ ഐബ്രോ. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഐബ്രോ എപ്പോഴും ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ പോർഷനിൽ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാവേ. ഇതിപ്പോൾ ഞാൻ താഴെ ഷേപ്പ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് എടുത്തത്. എൻ്റെ നെറ്റിയിൽ അത്യാവശ്യം കുറച്ച് കളർ ഉള്ളതുകൊണ്ട് അതിനൊക്കെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടൊരു ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കുന്നത്. സെയിം ബ്രഷ് ഇല്ല, വേറെ ബ്രഷ്, ഏതെങ്കിലും ബ്രഷ് മതി ഉപയോഗിച്ചിട്ട് ആ സെയിം കളർ എടുത്തിട്ട് ഇതാ കണ്ടില്ലേ, മുകളിൽ അതുപോലെ ഒരു ലൈൻ കണ്ടാവും. ഭയങ്കര ഫിനിഷിംഗ് ആയിട്ടൊന്നും ലൈൻ ഇടാൻ പറ്റില്ല, നമ്മളെ കയ്യിലുള്ള ഏത് ബ്രഷാണോ അത് യൂസ് ചെയ്ത് ചെയ്താൽ മതി. കണ്ടോ, മുകളിൽ ഞാൻ അതേപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ എൻ്റെ ഇപ്പുറത്തെ ഐബ്രോയിൽ ഞാൻ അതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫേസിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്ന, അല്ലെങ്കിൽ ലൈൻ ഇട്ടേക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത രീതിക്ക് നല്ല ഷേപ്പ് ചെയ്ത് ആ ബ്രഷ് വെച്ച് നല്ല സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഐബ്രോയുടെ സെൻറ്റർ പോർഷനിലും അതേ കണക്ക് കൊടുക്കുന്നുണ്ട്, കാണാവോ. കണ്ടേ, താഴെയും മുകളിലും കൊടുത്ത് പിരിയത്തിൻ്റെ നടുക്ക് ഭാഗത്തും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ആ ഐബ്രോ ബ്രഷ് വെച്ചിട്ട് ചീകി കൊടുത്ത്, പിന്നെ വെറുതെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ടിട്ട്, പിന്നെ ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണ പൊട്ട്. പണ്ടത്തെ എൻ്റെ ഫോട്ടോസിൽ വീഡിയോസിൽ നിങ്ങൾക്ക് കാണും, പറയാം ഒരു ആന പൊട്ട്, എൻ്റെ അമ്മ വെക്കുന്ന ഒരു അമ്മച്ച ടൈപ്പ് പൊട്ടൊക്കെയാണ് ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനത്തെ പൊട്ടൊന്നും യൂസ് ചെയ്യില്ല, ഇപ്പം എപ്പോഴും ഈ ചെറിയ പൊട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, കണ്ടില്ലേ. ഈ പൊട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പൊട്ടൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പൊട്ടൊക്കെ വെച്ച് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം. ഇനി ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടല്ലോ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.